നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? അതായത് ഇന്ന് രാത്രി 1 മണിക്കൂർ മാത്രം സോഷ്യൽ മീഡിയ നോക്കും, ഇനി ഞാൻ നോക്കൂല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി കട്ട്, സോഷ്യൽ മീഡിയ കട്ട്. പക്ഷേ അറിയാതെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വ്യായാമം തുടങ്ങും നമ്മൾ തീരുമാനിച്ചു, നാളെ മുതൽ ഞാൻ പഠിക്കും, നാളെ മുതൽ ഞാൻ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കും. പക്ഷെ ആ നാളെ ഇന്ന് വരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മനക്കരുത്തില്ലാത്തത് കൊണ്ടാണ്? ആണോ? പലപ്പോഴും നിങ്ങളുടെ തലച്ചോറത്തിൻ്റെ സ്വാഭാവിക രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതായത് നിങ്ങളെ ഡിഫോൾട്ട് മോഡ് നിങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് മനസ്സിലുണ്ടോ? നിങ്ങളെ കുഴപ്പമല്ല. ലോകത്ത് ബ്രെയിൻ ഉപയോഗിച്ച് പണി ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ പ്രശ്നമുണ്ട്. അത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഒരു പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഒരു കെമിക്കലാണ്. ഇതിനെ പലരും സന്തോഷത്തിൻ്റെ രാസവസ്തു എന്നാണ് വിളിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഡോപ്പമിൻ സന്തോഷം മാത്രമല്ല നൽകുന്നത്. അത് നമ്മളൊക്കെ ചെയ്ത കാര്യമല്ല, അതിനെ വീണ്ടും ആ കാര്യത്തിലേക്ക് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. അതാണ് ഡോപ്പമിൻ്റെ ജോലി. അത് നമുക്ക് സന്തോഷമുള്ള കാര്യം വീണ്ടും ചെയ്യിപ്പിക്കുക. അതുകൊണ്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പം നമ്മൾ ഫോൺ എടുക്കും. ഇങ്ങനൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന നോക്കിക്കൊണ്ടിരിക്കണം. വലിയ പ്രശ്നം. ഒരു റീൽ കഴിഞ്ഞാൽ അടുത്ത റീൽ, ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ, നിർത്താൻ പറ്റില്ല. കാരണം ഓരോ ചെറിയ പുതുമയും, നമ്മളിപ്പോൾ ഒരു റീൽ കഴിഞ്ഞാൽ അടുത്ത റീൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും, അത് നമ്മുടെ ജീവിതത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത കാര്യമായിരിക്കും. ഒരു പുതുമ നമ്മുടെ ബ്രെയിനിന് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനൊന്ന് സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തോ പുതിയ കാര്യം സംഭവിച്ചു എന്നാണ് ബ്രെയിൻ വിചാരിക്കാത്തത്. ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ സ്ക്രീനിലല്ലേ കാണുന്നത്. ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ശീലം ബ്രെയിനിലല്ലോ. ബ്രെയിന് പണ്ട് ഇപ്പം നമ്മളൊരു തലമുറ, 2 തലമുറ, 1000 തലമുറ പുറകോട്ട്, അല്ലെങ്കിൽ 1,00,000 തലമുറ പുറകോട്ട് പോയാൽ അവിടെയൊക്കെ ഈ സ്ക്രീനിൽ നോക്കിയിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ബ്രെയിനിന് ഇതറിയില്ല. നമ്മൾ മുന്നിൽ പെട്ടെന്ന് പുതുമുള്ള കാര്യം കാണുമ്പോൾ ബ്രെയിൻ വിചാരിക്കണം, നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം സംഭവിച്ചെന്ന്. അപ്പോൾ കുറച്ച് ഡോപ്പമിൻ തരും. അതായത് ഈ കാര്യം ഒന്നും കൂടി പിന്നെയും ചെയ്യാനുള്ള പുതുമകളാണല്ലോ ബ്രെയിനിന് ആവശ്യം. വളർച്ച എന്നാണ് ബ്രെയിൻ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇത് ആരാൻ്റെ വളർച്ച എന്നുള്ളതാണ് സത്യം. മറ്റെടയ്ക്കോ സക്സസ് ആണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ബ്രെയിൻ വിചാരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആ സക്സസ് ഉണ്ടായതാണ് വിചാരിക്കുന്നത്. ഇത് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പണി ചെയ്യണം. അത് ഡോപ്പമിൻ്റെ പ്രശ്നമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോപ്പമിൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് പ്രശ്നം. എളുപ്പത്തിൽ കിട്ടുകയാണ്. അതായത് അധികം മെനക്കെടൊന്നും ഇല്ലാണ്ട് ചുമ്മാ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രെയിനിന് പിന്നെ അത് ചെയ്യാനല്ലേ തോന്നുള്ളൂ. അതായത് ബ്രെയിനിൻ്റെ ജോലി എന്താ? നമ്മൾ ഈ ഊർജ്ജം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും വിശ്രമിച്ചിട്ടും ഇങ്ങനെ കിട്ടുന്ന ഊർജ്ജത്തിനെ ഏറ്റവും കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ സഹായിക്കുന്ന നമ്മളെ ബ്രെയിൻ്റെ ജോലി. അപ്പോൾ ബ്രെയിൻ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളിങ്ങനെ മലന്ന് കിടക്കണം, ജീവിതത്തിൽ പുതുമകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഡോപ്പമിൻ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഇതുകൊണ്ട് നമുക്ക് വല്ല വളർച്ച ഉണ്ടാവുമോ? മടി പിടിക്കല്ലേ. അതായത് ബുദ്ധിമുട്ടാത്ത കാര്യങ്ങൾ അങ്ങ് നടത്തി ബ്രെയിൻ അങ്ങ് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളകുമോ? മടി നമ്മൾ പറയാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വളർച്ച ഉണ്ടാവുമോ? അതായത് പലരും ലളിതമായ ചീപ്പ് ഡോപ്പമിൻ ഇങ്ങനെ സുഖിച്ച് നടക്കുക, മനപ്പായസം കൊണ്ട് നടക്കുക. ചീപ്പ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ പദമൊന്നുമല്ല, പക്ഷെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഉടനടി പ്രതിഫലം നൽകുന്ന ശീലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ചീപ്പ് ഡോപ്പമിൻ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു പുസ്തകം വായിക്കും, ആദ്യത്തെ 5 മിനിറ്റ് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? വ്യായാമം തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം പ്രയാസമായിരിക്കും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ മാസങ്ങൾ വെല്ലുവിളിയായിരിക്കും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ലഭിക്കുന്ന സംതൃപ്തി അത് വളരെ ആഴമുള്ളതാണ്. കാരണം നിങ്ങളുടെ കഴിവ് വികസിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്നലത്തേനേക്കാൾ നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ട്, കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് പുതുമകൾ സംഭവിക്കുന്നുണ്ട്. പുസ്തകം വായിക്കുമ്പോഴൊക്കെ, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ പുതുമകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടാണ്. ഊർജ്ജം കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നു. അപ്പോൾ അതിനോട് താല്പര്യം നമുക്ക് കുറയും. ഇതിന് മനഃശാസ്ത്രത്തിൽ നമുക്കൊരു പ്രധാനമായിട്ടുള്ളൊരു ആശയമുണ്ട്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ഉടനടി കിട്ടുന്ന ചെറിയ സന്തോഷം മാറ്റിവെച്ച് വലിയ ഭാവി നേട്ടത്തിനായി കാത്തിരിക്കാൻ പഠിക്കുക. ബ്രെയിനിന് ഇങ്ങനെ ചീപ്പ് ഡോപ്പമിൻ കൊടുക്കരുത്. ഉപവാസമൊക്കെ നല്ലൊരു പരിപാടിയാണ്. അതായത് നമ്മുടെ ഈ ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ഫുഡ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ബ്രെയിന് പറയും തിന്ന്, പക്ഷേ നമ്മൾ തിന്നൂല. ഓക്കെ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഭാവിയിലുള്ള വലിയ നേട്ടത്തിനായിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനെ പഠിപ്പിക്കുക. കാരണം ദീർഘകാല വിജയം നേടിയ, വലിയ വിജയങ്ങൾ നേടിയ പലരുടെയും ഒരു പൊതു സ്വഭാവം ഇതാ. അവർ കുറുക്കു വഴികൾ തേടില്ല. അപ്പം നമ്മുടെ ടെണ്ടുൽക്കർ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരിക്കലും ലിഫ്റ്റിൽ കയറില്ല, സ്റ്റെയർ കേസേ ഉപയോഗിക്കുള്ളൂ. ലിഫ്റ്റിൽ കയറിയാൽ സ്വകാര്യമായിട്ട് കയറുക, നമ്മളിലെത്തി അല്ലേ?
അതിന് പകരമായിട്ട് ഞാൻ സ്റ്റെയർ കേസേ കയറുള്ളൂ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്ത് പരിചയപ്പെടുത്തുക. ഇതിപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മാളിലോ വലിയ ബിൽഡിങ്ങൊക്കെ പോട്ടെ, 25-30 നിലയുള്ള ബിൽഡിങ്ങൊക്കെ പോട്ടെ, 1-2 നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ലിഫ്റ്റ് ഉപയോഗിക്കില്ല എന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഒരു കാര്യം നമ്മളേതായാലും മനസ്സിലാക്കണം, നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശത്രുവല്ല. അതിനിതേ അറിയുള്ളൂ. ഞാൻ പറയല്ലേ, പട്ടിക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെയിനാണത്. അപ്പോൾ അതിന് പുതുമകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഈ പുതുമകൾ കാണുന്നതെന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനില്ല. അതുകൊണ്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കലെല്ലാം ബ്രെയിൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് ബോധം വേണം. ഇത് പരിശീലിപ്പിച്ചെടുക്കണം. അതിന് ഓക്കെ, നിങ്ങൾ എന്താണ് അതിനെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്, അതിലേക്ക് അത് പോകണം. അത്രേ ഉള്ളൂ. ദിവസം 3 മണിക്കൂർ റീൽസ് കാണാൻ പഠിപ്പിച്ചാൽ അത് തന്നെ ആവശ്യപ്പെടും. നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ദിവസം 1 മണിക്കൂർ പഠിക്കാൻ പരിശീലിപ്പിച്ചാൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും അതിന്. ഓക്കെ, അത് ആ തുടക്കത്തിൽ കുറച്ചൊന്ന് പിടിച്ചു നിർത്തി ചെയ്യേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതും ഒരു ശീലമാകും. ഇതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ശക്തി. ശീലങ്ങൾ മാറുമ്പോൾ ബ്രെയിനും മാറും. ഞാൻ രാവിലെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ IEASൽ ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം, വില കുറഞ്ഞ ഉത്തേജനങ്ങളിലേക്ക് പോകാതെ അതിലും അർത്ഥമുള്ള ജീവിതത്തെ നിർമ്മിക്കാൻ പറ്റിയ ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പരിശീലിക്കുകയാണ്. കാരണം ലക്ഷ്യം വ്യക്തമായ ഒരു മനുഷ്യന് ചെറിയ പ്രലോഭനങ്ങളെ നോ പറയാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ടാസ്ക് നിങ്ങളുടെ കൂടുതൽ സമയം നഷ്ടപ്പെടുന്ന ഒരു ശീലത്തിന് തിരഞ്ഞെടുക്കുക. അത് സോഷ്യൽ മീഡിയ ആയിരിക്കും അല്ലേ, അനാവശ്യമായ വീഡിയോ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നതാകാം. അടുത്ത 24 മണിക്കൂറിൽ ആ ശീലത്തിന് പകരം ഒരു 30 മിനിറ്റ് നിങ്ങളുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. ഒരു പുസ്തകം വായിക്കുക. ഞാൻ ആദ്യമൊക്കെ പുസ്തകം വായിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു പാരഗ്രാഫ് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അറിയോ, ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഡിഗ്രിയൊക്കെ 2 വർഷം എഴുതിയിട്ട് പാസ്സാവേണ്ട ഗൾഫ് കയറിയിട്ട് പിന്നീടാണ് ഡിഗ്രി PG ഒക്കെ എടുക്കുന്നത്. അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിൽ എനിക്ക് ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിക്കാൻ തന്നെ എനിക്ക് തലക്കല്ലാവുന്ന മാതിരി. ഏതായാലും ആ ശീലമൊക്കെ ഞാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരു പുസ്തകം വായിക്കുക, ഒരു പുതിയ കഴിവ് നിങ്ങൾ തുടങ്ങുക. ഒക്കെ ഒരു പുതിയ കഴിവ് പഠിക്കുക. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട് പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചിട്ട് എഴുതുക. എന്നിട്ട് രാത്രിയിൽ ഒരു ചോദ്യം എഴുതുക അതിൻ്റെ താഴെ, ഇന്ന് എൻ്റെ സമയം എൻ്റെ ഭാവി നിർമ്മിച്ചോ അതോ വെറും വിനോദം മാത്രമേ നൽകിയുള്ളൂ? ഇന്നത്തെ ദിവസം എന്തെങ്കിലും രീതിയിൽ വളർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു പുസ്തകം എടുത്ത് ഒരു പാരഗ്രാഫ് എങ്കിലും വായിക്കുക. ഓക്കെ, ചെറുതായിട്ടൊരു സംതൃപ്തി, ഒറ്റ പാരഗ്രാഫ്. ബുദ്ധിമുട്ടുണ്ട്, ഉറക്കച്ചടവിലായിരിക്കും, ക്ഷീണമായിരിക്കും, ഓഫീസ് കഴിഞ്ഞൊന്ന് തല കാഴ്ചാൽ മതി, ഒന്നും നടന്നിട്ടില്ല, നമുക്ക് അറിയാം. എന്നാലും ജസ്റ്റ് ആ ഒരു ശീലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് വായിക്കും. നിങ്ങളുടെ ജീവിതം പതിയെ മാറാൻ തുടങ്ങും. ഇനി ഒരു കാര്യം, അത് നമ്മൾ ഈ നായ്ക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് നമ്മളെക്കായി നന്നായിട്ട് മണം പിടിക്കാൻ പറ്റും അല്ലേ? 1-2 ഇരട്ടിയല്ല, 1,00,000 ഇരട്ടിയൊക്കെ. ഒരു കഴുകന് നമ്മളെക്കാൾ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും അല്ലേ? ചില ജീവികൾക്ക് നമ്മളെക്കാൾ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ തന്നെ ഇത്രമാത്രം പരിമിതമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാം എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒന്നാമത് 5 ഇന്ദ്രിയങ്ങൾ തന്നെ പോരാ. ഇപ്പോൾ ചൂരൽമലയിലൊക്കെ ആനകൾ നേരത്തെ ഉരുൾപൊട്ടലുണ്ടാവുന്നതിന് മുമ്പ് സ്ഥലം വിട്ടുന്നുണ്ടില്ല, അല്ലെങ്കിൽ സുനാമി ഉണ്ടാവുന്നതിന് മുമ്പ് മൃഗങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ GPS ഒന്നും ഇല്ലാതെ ജീവജാലങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ, തലമുറകളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ സംവിധാനമൊന്നും നമുക്കില്ല. പിന്നെ ഉള്ളതിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ തിരിച്ചറിവ് നമ്മുടെ അഹങ്കാരം കുറച്ച് കുറക്കും, നമ്മുടെ ജിജ്ഞാസ വർദ്ധിപ്പിക്കും, പഠിക്കാനുള്ള നമ്മുടെ മനസ്സ് തുറപ്പിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ അറിവിന് പരിമിതിയുണ്ടെന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ്. നമുക്കൊന്നും അറിയില്ല, കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ തുടക്കമാകുന്നത്. അതുകൊണ്ടാണ് പല വിശ്വാസ പരമ്പരകളും നന്ദിയെയും വിനയത്തെയൊക്കെ എത്ര പ്രാധാന്യത്തോടെ കാണുന്നത്. മനഃശാസ്ത്രവും ആധുനിക ഗവേഷണങ്ങളും നന്ദി പ്രകടിപ്പിക്കുന്ന ശീലത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കാരണം നന്ദി പറയാൻ പഠിക്കുന്ന മനസ്സ് ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എനിക്ക് സീ തരും.